ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയും ഉപജീവനമാർഗവും നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം തയ്യാറാകണമെന്ന് സ്ഥലം ഉടമകൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2011-ൽ ഏറ്റെടുക്കൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയ ഭൂമിയാണ് ഇപ്പോൾ വീണ്ടും ഏറ്റെടുക്കാൻ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. ഏതെല്ലാം പദ്ധതികൾക്കായാണ് ഭൂമി ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. 2013-ലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇപ്പോഴത്തെ വിജ്ഞാപനം. ക്ഷേത്ര പാരമ്പര്യ പ്രവൃത്തിക്കാർക്ക് പരിസരത്ത് തന്നെ താമസം ഉറപ്പാക്കണമെന്നും വ്യാപാരികൾക്ക് മുൻകൂട്ടി പുനരധിവാസം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കൃത്യമായ വിപണി വില ലഭ്യമാക്കണം. സാമൂഹികാഘാത പഠന റിപ്പോർട്ടിലെ വിവരങ്ങൾ തങ്ങളുടെ സമ്മതമില്ലാതെയാണ് രേഖപ്പെടുത്തിയതെന്നും കളക്ടർ നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ഉടമകൾ ആരോപിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മനോജ് വി മേനോൻ, ടി നിരാമയൻ, നന്ദൻകുമാർ വീട്ടിക്കിഴി, കൃഷ്ണൻ നമ്പൂതിരി, കൊടക്കാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇത്രയും കാലമായിട്ട് ഈ ഒഴിപ്പിക്കപ്പെടുന്ന ഭൂവുടമകളെയോ വ്യാപാരികളെയോ കട ഉടമകളെയോ ലോഡ്ജ് ഓണേഴ്സിനെയോ ഹോട്ടലുകാരെയോ അപ്പോൾ ഞങ്ങളുടെ ആശങ്ക വെളിപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. ആരുടെ അടുത്ത് പോകും? ദേവസ്വം അധികാരികളുടെ അടുത്ത് പോയാൽ പറയും ഞങ്ങളുടെ അടുത്തല്ല അക്വസിഷൻ നടപടിയായി, നിങ്ങൾ ഗവൺമെന്റിലേക്ക് പോകുന്നു. ഗവൺമെന്റിലേക്ക് ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തു, LAക്ക് പരാതി കൊടുത്തു. ആ പരാതിയൊക്കെ അവർ ഇവിടേക്ക് ഫോർവേഡ് ചെയ്യാന്നല്ലാണ്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ വ്യക്തമായ ഒരു കാര്യവും, എന്താണ് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പോണത്, അല്ലെങ്കിൽ എന്താണ് മാസ്റ്റർ പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് പുനരധിവാസ പാക്കേജ്, ഇതൊന്നും പറയാതെ മുന്നോട്ട് പോവാണ്.